പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ശിവദാസൻ നന്ദ്യാട്ട്, പൗരാവകാശ സംരക്ഷണ സമിതി സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷണൽ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ലോക തൊഴിലാളി ദിനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്താരാഷ്ട്ര തൊഴിൽ ദിനം അഥവാ ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ ദിനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ തൊഴിലാളികളും നമ്മുടെ പൊതുസമൂഹവുമായി ഒന്ന് സംവദിക്കണമെന്നുള്ള ഉദ്ദേശത്താലാണ് ഞാൻ ഈ ദിനം നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ഒരു സാഹചര്യം. നമുക്കറിയാം, 1886 അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന ഹേമാർക്കറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ചിക്കാഗോ തെരുവീതികളിൽ ലോകത്തുള്ള മുഴുവൻ തൊഴിലാളികൾ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഒത്തുചേരുകയും ആ ഹേമാർക്കറ്റിൽ വെച്ച് സമരം സംഘർഷഭരിതമായതിനെ തുടർന്ന് ഒട്ടനവധി പേരുടെ ജീവൻ ബലി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ക്രൂരമായി തൊഴിലാളി വർഗത്തെ പീഡിപ്പിക്കുന്ന കിരാതമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള തൊഴിലാളി ദിനം മെയ് മാസം 1-ാം തീയതി ആചരിച്ചു വരുന്നത്. നമുക്കറിയാം, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നേട്ടങ്ങളെ ആദരിക്കുകയും തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളെ കുറിച്ചുള്ള സാമൂഹികമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ തൊഴിലാളി ദിനമായ ഇന്ന് നിലവിൽ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ഒട്ടനവധി പേരുടെ ജീവൻ ബലി കൊടുത്തും ഒട്ടനവധി പേരുടെ ജീവത്യാഗം ചെയ്തുകൊണ്ടുള്ള പോരാട്ട ചരിത്രമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ ഒരവസ്ഥയിൽ തൊഴിലാളി വർഗം 1886 കാലഘട്ടത്തിൽ നേടിയെടുത്ത ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നമ്മുടെ തൊഴിലാളി വർഗത്തിന് നിലനിർത്താനായിട്ട് സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു പരിധിവരെ എല്ലാം ഹനിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ തൊഴിലാളി വർഗത്തെ പരിരക്ഷിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ തൊഴിലാളി വർഗത്തെ പരിരക്ഷിക്കുവാനോ സംരക്ഷിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ, ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും എന്ന രീതിയിൽ 24 മണിക്കൂറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശമാണത്. ആ അവകാശം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് എവിടെയാണ് അതിൻ്റെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്കറിയാം, 10, 12, 14, 16 മണിക്കൂർ വരെ ജനിത്തൊഴിലാളികളെ കൊണ്ടും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ടും ഒരു കാലഘട്ടത്തിൽ ചൂഷണം ചെയ്യുന്നൊരവസ്ഥ 18-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ ആ ഒരവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാത്ത രീതിയിൽ വീണ്ടും അതിന് സമാനമാകുന്ന രീതിയിലേക്ക് നമ്മുടെ തൊഴിലാളി വർഗത്തെ ഒന്നടങ്കം ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഏറ്റവും ആദ്യമായിട്ട് തൊഴിലാളി ദിനം ആചരിച്ച് ചെന്നൈയിൽ 1923 കാലഘട്ടത്തിലാണ്. ആ 23 കാലഘട്ടത്തിലൊക്കെ തന്നെ വഴിപാടുകൾ പോലെ മെയ് മാസം 1-ാം തീയതി ഇന്ത്യയിലെ തൊഴിലാളി വർഗം വിവിധ ഭാഗങ്ങളിൽ തന്നെ കോർണയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ജാഥകൾ നടത്തുകയൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് നമുക്കറിയാം. തൊഴിലാളി ഐക്യത്തിൻ്റെയും തൊഴിലാളി വർഗ പോരാട്ടത്തിൻ്റെയും ചരിത്രം വിളിച്ചോതിക്കൊണ്ടുള്ള ജാഥകളാണ് അത്തരത്തിലുള്ള ജാഥകൾ നടത്തുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ഐതിഹാസികമായിട്ടുള്ള സമരചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും എന്നുള്ള ആ മഹത്തായ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണാധിവർഗം യഥാർത്ഥത്തിൽ കുത്തക മുതലാളിമാരുമായി ചേർന്നുകൊണ്ട് തൊഴിലാളികളെ യഥാർത്ഥത്തിൽ അടിമ സമാനമാകുന്ന രീതിയിലേക്ക് തൊഴിലെടുക്കാൻ ഇവിടുത്തെ തൊഴിലാളി വർഗം നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, 44 തൊഴിൽ നിയമങ്ങൾ, ആ 44 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളാക്കി കൊണ്ടുവന്നത് തൊഴിലാളികൾക്ക് സമരം നടത്തുവാനോ തൊഴിലാളികൾക്ക് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ പ്രസൻറ്റ് ചെയ്യാനോ ഒന്നും തന്നെ
അവസരമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ തൊഴിലാളി വർഗം എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു പോരാട്ട സമരത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തൊഴിലാളി വർഗത്തിനെ കൊണ്ട് ഇപ്പോഴും ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ആ തൊഴിലാളികളെ ലക്ഷ്യം കാണാത്ത രീതിയിലുള്ള സമരത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് നമുക്ക്. കർഷകരായാലും കർഷക തൊഴിലാളിയായാലും അധ്വാനിക്കുന്ന തൊഴിലാളികൾ, സമസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളും 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും തൊഴിലെടുക്കാനായിട്ട് നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഇത്തരത്തിലുള്ള കിരാത വാഴ്ചക്കെതിരായിട്ട് ഈ തൊഴിലാളി വർഗത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്നത്തെ ഒരവസ്ഥയിൽ 100% അത്യാവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഈ മെയ് ദിനത്തിലെങ്കിലും നമ്മുടെ തൊഴിലാളി വർഗത്തെ എന്ന് മാത്രമല്ല ചൂഷണത്തിനെതിരായിട്ട് നടത്തുന്ന സന്ധിയില്ലാത്ത പോരാട്ട സമരങ്ങളാണ് നമുക്ക് നടത്തേണ്ടതെന്നും സാമൂഹ്യമായിട്ടുള്ള അവബോധം തൊഴിലാളി വർഗത്തെയും അടിസ്ഥാനവർഗമായ തൊഴിലാളി വർഗത്തിലേക്ക് എത്തിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊഴിലാളി ഐക്യം എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പല ഘട്ടത്തിലും കഴിയുന്നില്ല. മതപരമായിട്ടും തൊഴിലാളി വർഗ സംഘടനകളൊക്കെ തന്നെ ഐക്യമല്ല അനൈക്യമാണ് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നിലവിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ എന്ന് പറയുന്ന അന്താരാഷ്ട്ര തൊഴിൽ ദിനം യഥാർത്ഥത്തിൽ ഇന്നൊരു കരിദിനമായിട്ട് ആചരിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം 1886 8 മണിക്കൂർ അധ്വാനവും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദം എന്ന രീതിയിൽ ആ അവകാശങ്ങളെപ്പോലും ഹനിക്കപ്പെട്ടുകൊണ്ട് തൊഴിലാളികളൊക്കെ തന്നെ പെരുവഴിയിലാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഒരു തൊഴിൽ സമരങ്ങളും ഇന്ന് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല. വഴിപാട് സമരങ്ങളാണ് നിലവിലുള്ളത്. ഏതെങ്കിലും ഒരു ഈ നാളിതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സമാനതകളില്ലാതെ ഇത് തൊഴിലാളികൾ കൊണ്ട് സമരം നടത്തുകയും സമരം ലക്ഷ്യപ്രാപ്തിയിലെത്താത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടെ ഐക്യം അനിവാര്യമാണ്. തൊഴിലാളികളുടെ സാമൂഹ്യമായിട്ടുള്ള അവബോധം അനിവാര്യമാണ്. രാഷ്ട്രത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് മാത്രമല്ല തൊഴിലാളി വർഗത്തിൻ്റെ കെട്ടുറപ്പിനും എന്തു തന്നെയായാലും ഈ പറയുന്ന വർഗസമര പോരാട്ടത്തിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും തൊഴിലാളി ദിനമായ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.